ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. കശ്മീരിലെയും ഇന്ത്യയിലെയും സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും അതിന് ഉചിതമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. Non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across to India. It was deemed essential that the perpetrators and planners of the 22nd April attack be brought to justice. ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പാകിസ്ഥാൻ അവരെ സഹായിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷി, വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്നും സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി. These targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. This was done with due diligence. മുസഫറാബാദിലെ സവായ് നാല, സൈദിന ബിലാൽ, കോട്ട്ലിയയിലെ ഗുൽപൂർ, അബ്ബാസ്, ബിംബറിലെ ബർനാല എന്നീ കേന്ദ്രങ്ങളിലാണ് സൈനിക ആക്രമണം നടന്നത്. നിയന്ത്രണ രേഖയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF ലഷ്കറിന്റെ പോഷക സംഘടനയാണ്. പാകിസ്ഥാൻ, പാക് അധീന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് സേന ആക്രമണം നടത്തിയത്. ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി കേന്ദ്രീകരിച്ചാണ് അർദ്ധരാത്രിയോടെ സേന ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നീതി നടപ്പാക്കിയതായി ഇന്ത്യൻ കരസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൌരനും ഉൾപ്പെടെ 26 പേരാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തത്സമയം നിരീക്ഷിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത. ശ്രീനഗർ വിമാനത്താവളം അടച്ചതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. ശ്രീനഗറിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ബാരാമുള്ള, കുപ്വാര തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന വെടിവയ്പും ഷെല്ലാക്രമണവും നടത്തിയതായും ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയാണ്. അതിർത്തികളിലെ എല്ലാ വ്യോമ പ്രതിരോധ യൂണിറ്റുകളും സജീവമാക്കിയിട്ടുണ്ടെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് പ്രതിപക്ഷം. സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ സേനയെ ഓർത്ത് അഭിമാനിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത് അഭിമാനമെന്നും ഇത്തരമൊരു തിരിച്ചടി നടത്തിയതിൽ ആശ്വാസമെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി പ്രതികരിച്ചു. രാജ്യത്തെ സേനയുടെ ശക്തിയിൽ അഭിമാനമുണ്ടെന്ന് മുൻ രാജ്യരക്ഷാ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം, വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തും. രാജ്യത്തെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഗ്രാമീണ തലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നൽകും. രാജ്യത്തുടനീളമുള്ള NCC കേഡറ്റുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കാൻ പൂർണ്ണ സജ്ജരായതായി NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബിൽ പാർ സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ സമൂഹമാധ്യമങ്ങളിലൂടെ അഭിവാദ്യം അർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിനെ തുടർന്ന് പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് അതിർത്തി രക്ഷാ സേന. ഏത് സാഹചര്യത്തെയും നേരിടാൻ BSF സജ്ജമായിരിക്കുകയാണ്. പാകിസ്ഥാനുമായി പഞ്ചാബ് 553 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.